ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു കാനഡ സീരീസ് കണ്ടാലോ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കാനഡയിൽ വാൻകൂവർ എന്നുള്ള സ്ഥലത്ത് ഗ്യാസ് ടൗൺ എന്നുള്ള ഒരു ടൗണിലേക്കാണ്. ഗ്യാസ് ടൗൺ വാൻകൂവറിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ നല്ല ക്ലൈമറ്റാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ റെസ്റ്റോറൻറ്റ്സും ക്രാഫ്റ്റ് ഷോപ്സും ആൻറ്റിക് ഷോപ്സും എല്ലാം നമുക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. ലോകത്ത് പല ഭാഗങ്ങളിലിരുന്നും ടൂറിസ്റ്റുകൾ ധാരാളം വന്നു പോകുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഗ്യാസ് ടൗൺ. ഇവിടെ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളും പതുക്കെ നടന്ന് കാണാം. അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലൈമറ്റും അതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടിയും അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് സമയം പോണത് തന്നെ അറിയില്ല. ഞങ്ങളും കാർ പാർക്ക് ചെയ്തിട്ട് നടക്കാമെന്ന് കരുതി. ഞങ്ങൾക്ക് കിട്ടിയത് 4th ഫ്ലോറിലുള്ള കാർ പാർക്കിംഗ് ആണ്. ഗ്യാസ് ടൗൺ പഴമയും പുതുമയുമായിട്ട് ഒന്നിച്ച് കൈകോർത്ത് നിൽക്കുന്ന ഒരു ടൗണാണ്. ഇവിടുത്തെ ബിൽഡിങ്ങും എല്ലാം അതുപോലെയാണ്. പഴയ ബിൽഡിങ്സും ഉണ്ട്, പുതിയ ബിൽഡിങ്സും ഒരുപാടുണ്ട്. രണ്ടും കൂടി ഇങ്ങനെ ഈക്വലായിട്ട് നിൽക്കുമ്പം നമുക്കത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പഴമക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് കൂടുതലാണ്. ഇവിടുത്തെ ഗവൺമെൻറ് പഴമക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുമാണ് അറിയപ്പെട്ടത്. പഴമക്കാരുടെ ഷോപ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. ക്രാഫ്റ്റ് ഷോപ്സും ഗിഫ്റ്റ് ഷോപ്സും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാനഡയിൽ പൊതുവേ ഞങ്ങൾ കണ്ടത് ഏത് കടയായാലും ഷോപ്പായാലും ഏത് സ്ഥാപനമായാലും നമ്മൾ പേരെഴുതൂലേ, ആ നെയിം ബോർഡിൽ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ തന്നെ അവരുടേതായിട്ടുള്ള പഴയ ലാംഗ്വേജ്, പുരാതനപ്പെട്ട ആദി ലാംഗ്വേജിലും അവർ എഴുതിയിട്ടുണ്ട്. ഇത് എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതിന് അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇവിടെ തന്നെ റോഡ് സൈഡിലായിട്ട് ഒരു വലിയ ക്ലോക്ക് വച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റീം ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഫുൾ ആൻഡ് ഫുൾ ഇലക്ട്രിസിറ്റിയിലും സ്റ്റീമിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഇത് 1970s ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ഓരോ 15 മിനിറ്റ്സിനും ഇങ്ങനെ സ്റ്റീം ഈ 4 സൈഡിലിരുന്നും സ്റ്റീം വരുന്നതും ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നതുമായിട്ടുള്ള ഒരു ഫങ്ഷനാണ് അവിടെ വച്ചിട്ടുള്ളത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ ചുറ്റും നിന്ന് വെയിറ്റ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ ഇത് ഓരോ 10 മിനിറ്റ്സിലും ഇതുപോലെ പീപ്പ് സൗണ്ടും സ്റ്റീമും 4 ട്യൂബുണ്ട് സൈഡിൽ, അതിലിരുന്ന് സ്റ്റീമും പീപ്പ് സൗണ്ടും വരുന്നുണ്ടായിരുന്നു. ഇതും കാണാൻ നല്ല രസമുണ്ട്. ഇത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായിട്ട് തോന്നുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലുള്ള മേത്തൻ മണി, അഥവാ ഞങ്ങൾ നാട്ടുകാരൊക്കെ പറയുന്നത് വാവളന്താൻ മണി എന്നാണ് പറയുന്നത്. അത് മുഖം 2 ആടും സൈഡിലുള്ള ഒരു ക്ലോക്ക്, അതും ഇതുപോലെ ഓരോ അരമണിക്കൂറിനും
അതിങ്ങനെ സൗണ്ടും ആടുകളുടെ മൂവ്മെൻറ്റ്സും വായ തുറക്കുന്നതുമായിട്ടുള്ള ഒരു ക്ലാക്കാണ്. അത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അത് 18th സെഞ്ച്വറിയിൽ പണിതതാണ്. ഇത് അത്രയും പുരാതനമല്ല, എന്നാലും ഇത് കാണാൻ നല്ല രസമുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ തന്നെ തൊട്ട് ബാക്കിലായിട്ട് നമുക്കൊരു ലേക്ക് കാണാൻ പറ്റി. അതിൽ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ, വലിയൊരു കപ്പൽ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെയാണ് പോർട്ടുള്ളത്. ഈ കപ്പൽ വലിയൊരു പാസഞ്ചർ കപ്പലാണ്. ഇവിടം ചുറ്റി ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഫോർട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നിന്നാണ് കപ്പലിൽ പോകാൻ പറ്റുന്നത്. ഒരു സൈഡിൽ വാനോളം മുട്ടി നിൽക്കുന്ന പല പല ബിൽഡിങ്സും, അതിൻ്റെ അടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷനും, തൊട്ട് തന്നെ മെട്രോ ട്രെയിന് പോകുന്നതും, അതിൻ്റെ തൊട്ട് ലേക്സും, അതിൽ ഒരുപാട് ക്രൂസും ഫെറീസും ബോട്ട്സും, അതിൻ്റെ അപ്പുറത്ത് ചെറിയ ചെറിയ മലകളും, പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എത്ര തന്നെ കണ്ടാലും മതിയാവാത്ത ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഭയങ്കര അത്ഭുതകരമായിരുന്നു. എല്ലാം ഒരേ സൈഡിൽ അതിൻ്റെ റോഡും, അതിൻ്റെ അടുത്ത് ട്രെയിന്, അതിൻ്റെ അടുത്ത് ഷിപ്പ്, ഇതൊക്കെ കാണുമ്പം നമ്മൾ ഏതോ ലോകത്ത് വന്നതുപോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായി. അടുത്തതായിട്ട് ഞങ്ങൾ എത്തിയത് സിൻക്ലെയർ എന്നുള്ളൊരു ബിൽഡിങ്ങിലേക്കാണ്. ഇവിടെ ഇമിഗ്രേഷൻ ഓഫീസ്, പാസ്പോർട്ട് ഓഫീസ്, ഇങ്ങനെ ഒരുപാട് ഓഫീസസും ഗാലറീസും ആർട്ട് ഗാലറീസും എല്ലാം ഉള്ള ഒരു ബിൽഡിങ്ങാണ്. ഞങ്ങൾ പോയത് സാറ്റർഡേ ആയതുകൊണ്ട് അധികം തിരക്കില്ല. നല്ല കാമൻ ക്വയറ്റായിട്ടിരുന്നു. നല്ല നീറ്റായിട്ടുള്ള നല്ല ഒരു ബിൽഡിങ്ങാണ് ഇത്.
ആ ബിൽഡിങ്ങിൽ തന്നെ ഒരു സ്ഥലത്ത് ഇതുപോലെ മാർബിൾ ഒരു ബോക്സ് പോലെ ഉണ്ടായിരുന്നു. ഇത് ടൈം ക്യാപ്സ്യൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഡിസംബർ 10, 1999 ഇവിടുത്തെ ആൾക്കാർ, കുട്ടികളും വലിയ ആൾക്കാരും ഓരോരോ മെമ്മറബിളായിട്ടുള്ള സാധനങ്ങൾ അവരുടെ ആ ടൈമിൽ ഉള്ള കോയിൻസ്, പോസ്റ്റ് കാർഡ്സ്, ഇൻലൻസ് എല്ലാം ഇവിടെ ഇട്ട് അത് ബരി ചെയ്ത് വച്ചിരിക്കുകയാണ്. അതായത് അവർ സ്ട്രോങ് ആയിട്ട് അടച്ച് വച്ചിരിക്കുകയാണ്. ഇനി ഇത് 2050 അത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിൽ ഉള്ള മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതൊരു നല്ലൊരു ഇൻഫർമേഷനായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതിൻ്റെ പേരാണ് ടൈം ക്യാപ്സ്യൂൾ. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ നിന്ന് മെട്രോ ട്രെയിൻ പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വാൻകൂവർ ഡൗൺ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പല ആൾക്കാർ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് ആദ്യം ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ തന്നെ ആഡിയൻസായിട്ട് നിൽക്കുന്നവരിലിരുന്ന് പെട്ടെന്ന് ആ ഗ്രൂപ്പിൽ കയറിയിട്ട് അവരുടെ കൂടെ നല്ല സിങ്കായി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല ഒരു ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലും പല മാൾസിൽ ഇതുപോലെ പ്രോഗ്രാംസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ലതാണ്, നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു മിനി കൊട്ടാരം പോലെയാണ് അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുന്നത്. അവിടെയും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ ഒരുപാട് ഷോപ്സും സ്നാക്സ് ബാർസും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളും ടിക്കറ്റൊക്കെ എടുത്ത് ഇത് ബൂത്തിലിരുന്നാണ് ടിക്കറ്റ് എടുത്തത്. നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് എവിടേക്കാണ് പോകേണ്ടത് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് അവിടുത്തെ ടിക്കറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞങ്ങൾക്ക് ട്രെയിൻ വരുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. നമുക്ക് ലിഫ്റ്റിൽ കയറിയിട്ടാണ് താഴോട്ട് പോകേണ്ടത്.
അങ്ങനെ ഞങ്ങളുടെ ട്രെയിനും വന്നു. ഇവിടെ ഒരുപാട് നിന്ന് മുഷിയേണ്ട കാര്യമില്ല, പെട്ടെന്ന് ട്രെയിനൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ സൈക്കിൾ സഹിതം ട്രെയിനിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. ഇവർ സൈക്ലിങ്ങിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലം പോലെ ഓട്ടോ അത് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഒരു ചെറിയ ട്രാവലൊക്കെ ചെയ്യുന്നത് സൈക്കിളിലായിരിക്കും. വെറും 3 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ വാൻകൂവർ ടൗണിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലിരുന്ന് ഇറങ്ങിയിട്ട് നേരെ എത്തിയത് വാൻകൂവർ സെൻറ്ററിലേക്കാണ്. ഇതുവഴിയാണ് നമുക്ക് ഡൗൺ ടൗണിലേക്ക് എൻ്റർ ആവേണ്ടത്. അങ്ങനെ ഞങ്ങൾ വാൻകൂവർ ഡൗൺ ടൗണിലേക്ക് എത്തി. ഇനി വാൻകൂവർ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജോജീസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സുമെല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.